തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ 5.5 സെന്റിൽ ഫുള്ളി റെഡ് ബ്രിക്കിൽ അതായത് ചുടുകല്ലിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതിയ ലക്ഷറി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോട്ടൽ 2200 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും അങ്ങനെ 5 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 3 കാറുകൾക്ക് സുഖമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അടിപൊളി ലക്ഷറി വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,27,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ടോട്ടലി 11 വീടുകളാണ് വരുന്നത്. 2 വീടുകളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ ഫുള്ളി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് താഴത്തെ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂർണ്ണമായും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റുകളാണ്. ഇത് ഫോൾഡ് ചെയ്യില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഈ മതിലിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ അതുപോലെ തന്നെയാണ്. നമുക്ക് ഇവിടെയും ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി ഒരു ഭാഗത്തേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാനും പറ്റും. ഇതേപോലെ ഈ സൈഡിലേക്ക് ഫുള്ളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വലിയ വണ്ടിയാണ് സുഖമായിട്ട് കയറി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ 2 രീതിയിൽ ചെയ്യാം. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ക്യാൻലിവറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സുഖമായിട്ട് വണ്ടി വളച്ച് കയറ്റാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ പുറകിലേക്ക് ചെറിയ കാർ പാർക്ക് ചെയ്യാൻ കിണർ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ വീടിനെ നോക്കിയാൽ ടോട്ടലി ഓപ്പൺ സ്പേസ് കൂടുതലാണ്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. കിണർ കഴിഞ്ഞിട്ടും സ്പേസ് കാണാം. ഇനി ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ സ്പേസ് കൂടുതലാണ്. ഇവിടെ ആയിട്ടും ഒരു കവേഡ് ആയിട്ടുള്ള കാർ പാർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയ കാർ ഇങ്ങോട്ടേക്കും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ സ്റ്റെപ്പ് ലപ്പോത്ര ഗ്രാനൈറ്റാണ്. ബോർഡറും ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഫ്രണ്ട് കഥകളെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുന്നത് നേരെ ഒരു ഫോയർ കഴിഞ്ഞ് ലിവിങ് ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം പോയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഒരു ഡൈനിങ് ഏരിയ കാണാം. ഡൈനിങ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെർട്ടിഫൈഡ് ടൈൽ തന്നെയാണ്. ബ്രാൻഡഡ് ടൈലാണ്. ഇവിടെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നത് കോളർ എന്ന ബ്രാൻഡാണ്. ടാപ്പ് ഗ്രോഹയാണ്. ഇവിടെ ആയിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലായിട്ട് ടൈൽ ക്ലാഡിംഗ് അല്ല, നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിറർ ടച്ച് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന മിറർ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ കിച്ചണിലേക്ക് പോകുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ നോക്കുകയാണെങ്കിൽ ഫുള്ളി WPC യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രോ ലിഫ്റ്റ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം WPC തന്നെ, ലൈറ്റ് വെയിറ്റ് ആണ്. കൂടാതെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ബേസ് ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന WPC തന്നെയാണ്. ലൈറ്റ് വെയിറ്റുമാണ്. അത് മാത്രമല്ല ഉളുത്ത് പോകുന്ന പേടിയും വേണ്ട. ഇപ്പോൾ മറൈൻ പ്ലേ ആണെങ്കിൽ പോലും വെയിറ്റ് കൂടുതലാണ്. അത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഇവിടെ ഹുഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഒരു നാനോ വൈറ്റ് പോലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഒരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. എത്രയും സ്പേസ് ഉണ്ട്. ഒരു വർക്ക് ഏരിയ സുഖമായിട്ട് ഇവിടെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു സ്ലാബ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും ടോട്ടലി 12-11 സൈസുള്ള ബെഡ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസുള്ള ബ്രാൻഡ് ടൈലാണ്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ ഡോറൊക്കെ ഉള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷനെ കൊടുത്ത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വോൾമൗണ്ട് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. കൂടാതെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കുമാണ്. ഗ്രോഹ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷവർ യൂണിറ്റൊക്കെ നോക്കുകയാണെങ്കിലും ഫുള്ളി യൂസ് ചെയ്യുന്ന ഗ്രോഹ എന്ന ബ്രാൻഡ് തന്നെയാണ്. വാഷ് ബേസിൻ സെറയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഫോയർ. ഇവിടെ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോ ഉണ്ട്. ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 10-12 സൈസാണ്. ഇത് 12 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇവിടെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വോൾ പ്ലേ ആണ് ഈ ഭിത്തി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ബെഡ്റൂം കണ്ട് നോക്കുകയാണെങ്കിലും 2 ബെഡ്റൂമും ഒന്ന് 12-11 സൈസും ഒന്ന് 12-10 സൈസുമാണ്. ഇവിടെ ആയിട്ട് വോൾമൗണ്ട് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീലർ ഫ്രഷ് ടാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രോഹ എന്ന ബ്രാൻഡാണ്. അതുപോലെ ഗ്രോഹ തന്നെയാണ് ഇവിടെ ഷവർ യൂണിറ്റെല്ലാം കൊടുത്തിരിക്കുന്നതും.
ഇവിടെ ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, തണുത്തോളം ചൂടും പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടൈറ്റ് ക്ലാഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ബാക്കി 3 ബെഡ്റൂമും മുകളിലാണ് വരുന്നത്. ഇനി അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ അവിടെ സെൻസർ കൊടുത്തിരിക്കുകയാണ്. സ്റ്റെപ്പിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ അത് സെൻസ് ചെയ്ത് കത്തുന്നതാണ്. ഇവിടെ സ്വിച്ച് ബോർഡ് LES എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഹാൻഡ് റെയിൽസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പെല്ലാം റെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിൽ ഫുള്ളായിട്ടും ഒരു വോൾ ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ടും പാർട്ടീഷൻ കാണാം. അതിൽ പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നിൽക്കണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ ഒരു വ്യൂ ഫ്രണ്ടിലെ മുകളിൽ നിന്നൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വ്യൂ വേണമെങ്കിൽ ഈ ഒരു പ്രൈവസി വേണമെങ്കിൽ ഇവിടെ കർട്ടൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഡിസൈൻ അതിൻ്റെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള അപ്പർ ലോഞ്ച് തന്നെയാണ്. ഇവിടെ TV കൊണ്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഫോയറിൽ അതുപോലെ തന്നെയാണ്. ഇവിടെ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ഫോയർ തന്നെ താഴെ കണ്ടതുപോലെ തന്നെ റൂം തന്നെയാണ്. അതേ സൈസുള്ള റൂം തന്നെയാണ്. ഇതും 10-12 സൈസ് തന്നെയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം നോക്കുവാണെങ്കിലും ഫുള്ളി കൺസീൽഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ക്ലോസറ്റ് തന്നെയാണ്. ജാഗ്വാർ ബ്രാൻഡാണ്. കൺസീൽഡ് ആയിട്ടുള്ള ഗ്രോഹ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറാണ്. ഇവിടെ ഷവർ യൂണിറ്റ് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറാണ്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ ഒരു 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന ഭാഗത്തായിട്ടൊരു വാഷിംഗ് മെഷീൻ വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ട അതേപോലത്തെ റൂം സൈസ് തന്നെയാണ്. 12-15 സൈസുള്ള റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഭിത്തി നോക്കുവാണെങ്കിൽ ഫുൾ ഒരു വയലറ്റ് ഷെയ്ഡുള്ള തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് AC വെക്കാനുള്ള പോയിന്റ്സ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി കൺസീൽഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ്. ഗ്രോഹൈ ജാഗ്വാർ തന്നെയാണ്. ടാപ്പെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറാണ്. ഡ്രൈ ഏരിയ വെറ്റിയിട്ട് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 5ാമത്തെ ബെഡ്റൂമിൽ പോകുന്ന മുന്നേ ആയിട്ട് ബാൽക്കണി കാഴ്ച കണ്ടുവരാം. ഇതാണ് വീട്ടിലെ ബാൽക്കണി ഏരിയ. ഒരു ബാൽക്കണിയും ഒരു ഗസീബോ അങ്ങനെ വരുന്നത്. ഇവിടെ ആയിട്ട് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു നമുക്ക് ചെടിയൊക്കെ വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഒരു ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തണുത്ത എയർ കിട്ടുന്നതാണ്. ഇതിൻ്റെ പുറകിലായിട്ട് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊരു വിശാലമായിട്ടുള്ള ബാൽക്കണിന്നോ അല്ലെങ്കിൽ ബാൽക്കണി വിത്ത് ഗസീബോ എന്ന് പറയാം. ഇനി നമുക്ക് നേരെ 5ാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ 5ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം വാഷ്റൂം അറ്റാച്ച്ഡ് അല്ല. ഒരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമോ അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ സിമ്പിളായിട്ടുള്ള സീലിംഗ് ഏരിയയാണ്. മുകളിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വിസിബിലിറ്റി ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കത് വേണമെങ്കിൽ ഫുള്ളി അവിടെ കർട്ടൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്നാണ് നേരെ നമുക്ക് റൂഫ് ടോപ്പിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇതുവഴി നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ റൂഫ് ടോപ്പ് ഏരിയ. ഫുള്ളി വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. 750 ലിറ്ററാണ്. വേണമെങ്കിൽ ഒരു വാട്ടർ ടാങ്ക് കൂടെ ചെയ്യണമെങ്കിൽ അത് ചെയ്തു തരുന്നതാണ്. ഇവിടെ ആയിട്ട് ഒരു റൂഫ് ടോപ്പ് ഏരിയയിൽ തന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ ഒരു ടെറസ് ബാൽക്കണി എന്ന് പറയാം. ഇവിടെ ആയിട്ട് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്ന 2 ഭാഗത്തായിട്ട് ഇവിടെ ഒരു പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി ഒരു ഗസീബോ പോലെ ചെയ്യണമെങ്കിൽ അതിന് ചെയ്യാനുള്ള സ്പേസ് കൊണ്ട് അവിടെയും ഗ്രില്ല് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് ഒരു ഗസീബോ ആക്കി മാറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് ഒരു എൻട്രൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വേറൊരു വീടുണ്ട്. അത് 1 CR അകത്ത് ബഡ്ജറ്റ് വരുന്ന വീടാണ്. അപ്പോൾ അതിന് പ്രത്യേകത 5 ബെഡ്റൂം ഉള്ളത് തന്നെയാണ്. അതിന് ഇതുപോലത്തെ ഒരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 127 ലക്ഷം രൂപയാണ്. അതായത് 1,27 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം.